ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് വളങ്ങൾ പരിചയപ്പെടുത്തി തരാം. നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിക്കുന്ന ഏത് പ്ലാന്റും റിപ്പോർട്ട് ചെയ്യേണ്ട വിധം ഞാൻ ഒത്തിരി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. ആദ്യം ചെടിച്ചട്ടിയിൽ ഹോളിടുക. ഏറ്റവും അടിത്തട്ടിൽ ഒരു ലെയർ ഓടുകഷ്ണം ചെറിയ പീസാക്കി ഇടുക. ഒരു സ്ഥലത്ത് മണ്ണ്, ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ മുണ്ണാക്ക്, ചകിരിച്ചോറ് ഇതെല്ലാം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഏറ്റവും അടിഭാഗത്ത് ഓടുകഷ്ണം, രണ്ടാമത്തെ നേർപകുതി പോട്ടിംഗ് മിക്സർ ഇടുക. സെൻറ്ററിലായിട്ട് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന പ്ലാന്റ് കവറ് ബ്ലൈഡ് കൊണ്ട് കീറിയതിന് ശേഷം സൈഡ് മണ്ണും അടിമണ്ണ് കളയുക. കാരണം മൊത്തം ചുമന്ന മണ്ണായിരിക്കും, ബാംഗ്ലൂർ മണ്ണാണ്. ആ മണ്ണ് കളഞ്ഞിട്ട് അത് സെൻറ്ററിലോട്ട് വെച്ച് ബാക്കി മണ്ണ് ഫില്ല് ചെയ്ത് ആദ്യ 2 ആഴ്ച ഷെയ്ഡിലോട്ട് വയ്ക്കണം. എന്നിട്ടേ നമ്മളെപ്പോഴും അത് വെയിലത്തോട്ട് പ്രസൻറ്റ് ചെയ്യാവൂ. മഴ ശക്തമായിട്ട് പെയ്യുന്ന സ്ഥലങ്ങളിൽ, മഴത്തുള്ളി വീഴുന്ന സ്ഥലത്ത് ആ പോർഷനിൽ നമ്മൾ ഒരിക്കലും ചെടി വെക്കാനായിട്ട് പാടില്ല. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്താൽ 20 ദിവസത്തേക്ക് വേറെ വളങ്ങൾ ചെയ്യേണ്ട. അത് കഴിഞ്ഞാൽ നമ്മൾ വളങ്ങൾ 20 അല്ലെങ്കിൽ 15 ദിവസം ഇടവിട്ട് നമ്മൾ എന്തെങ്കിലും വളങ്ങൾ അതിന് യൂസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിന് ബെസ്റ്റ് വളമാണ് ഡാപ്പ്. അപ്പോൾ ഈ വളം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അളവ് കൂടരുത്. വെജിറ്റബിളിൽ കാ പിടിക്കുന്നില്ല, വെജിറ്റബിൾ നമുക്കതിൻ്റെ ഫലം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 5 മണി വെച്ചേ ആവാവൂ. ഓരോ പ്ലാന്റിൻ്റെയും സ്റ്റമ്മിൻ്റെ ആ ഒരു കട്ടി നിർണ്ണയിക്കണം. എന്ന് വെച്ചാൽ നല്ല കട്ടി കൂടിയ ചെടികൾക്ക് കൂടുതൽ ഇതിൽ നിന്നും നമുക്ക് മണി ഇടാം. പക്ഷേ വെജിറ്റബിൾ ലോലമായിട്ടുള്ള സ്റ്റമ്മാണ്, അതിന് 5 മണിയെ ആവാവൂ. പിറ്റൂണിയ, ഡാലിയ ഇങ്ങനെയുള്ള ചെടികൾക്ക് വളരെ കുറച്ച് മണിയെ ഇതിൽ നിന്ന് ഇട്ട് കൊടുക്കാവും. റോസ മേടിച്ചു, അതിൽ നിന്ന് നമുക്ക് ഒരു 20 മണിയാവാം. അപ്പോൾ ഒത്തിരി ആൾക്കാർ നമ്മുടെ ഗാർഡനിൽ വന്ന് പരാതിയാണ്, ഒരു പ്ലാന്റ് മേടിച്ചാൽ, ഒരു ഫ്രൂട്ട് തൈ മേടിച്ചാൽ ഒരിക്കലും കാ പിടിക്കുന്നില്ല, പ്ലാവിൽ ഫലം കിട്ടുന്നില്ല, മാവിൽ ഫലം കിട്ടുന്നില്ല. എങ്കിൽ ബെസ്റ്റ് വളമാണ് ഡാപ്പ്. എല്ലാ നഴ്സറിക്കാർ യൂസ് ചെയ്യുന്ന വളമാണ് ഡാപ്പ്. അപ്പോൾ ഇത് നമുക്ക് ഒരു 15 ദിവസം ഇടവിട്ട് നമുക്കിതിൽ നിന്ന് ധാരാളമായിട്ട് ആ വളം അതിലിടാം. വലിയ പ്ലാന്റ് ആണെങ്കിൽ ഒരു 35 മണി, ഒരു കണ്ടോ ഇതിൻ്റെ ഒരു പാർട്ട് ഇത്ര എടുത്ത് നമുക്ക് ചുറ്റോട് ചുറ്റ്, വേരിൻ്റെ ഭാഗത്തിടാതെ ചുറ്റോട് ചുറ്റിട്ടാൽ നല്ല രീതിയിലുള്ള ഫലം നമുക്ക് കിട്ടും, ഉറപ്പാണ്. DAP വളം 15 ദിവസം ഇടവിട്ട് 20 ആവാം, 20 ദിവസം ഇടവിട്ടോ അങ്ങനെ ഇടാം. പിന്നെയുള്ള ബെസ്റ്റ് വളമാണ് NPK. കണ്ടോ, നൈട്രജൻ, പൊട്ടാഷ്യം, കാൽഷ്യം. അപ്പോൾ ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ചെടികൾക്ക് ഇലകളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ വെള്ളത്തിൽ കലർത്തി നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരാഴ്ചയിൽ 2 ദിവസം ആവാം. ഓക്കെ. അടുത്ത് ഇതിലെന്തെങ്കിലും ഫംഗസ് ഉണ്ട്, ചെടികളിൽ ഫംഗസ് മാറാനായിട്ട് പുഴു ശല്യം അമിതമാകുന്നു, ബിവേറിയ നല്ലതാണ്. ബിവേറിയ വളം നല്ലതാണ് പുഴു മാറാനായിട്ട്. നീം ഓയിൽ, അപ്പോൾ ഇതും ബെസ്റ്റാണ്. നീം ഓയിൽ, അലിയ